ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വലിയ കൃപയിൽ സന്തോഷത്തോടു കൂടി ഞങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഈ രഹസ്യമെന്ന ഈ സീരിയലിൻ്റെ ഒരുപാട് എപ്പിസോഡുകൾ കേട്ട് കഴിഞ്ഞു. എനിക്ക് തോന്നുന്നത് ഇത് 49ാമത്തെ എപ്പിസോഡായിരിക്കും. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാം മുടങ്ങാതെ കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആഗ്രഹത്തോടുകൂടി, എളിമയോടുകൂടി, തുറന്ന മനസ്സോടുകൂടി കേൾക്കുന്നവർക്ക് കർത്താവ് വലിയ കൃപകൾ തന്നിട്ടുണ്ട്, വലിയ വെളിപാടുകൾ തന്നിട്ടുണ്ട്. അനേകർക്ക് വിടുതൽ ലഭിക്കുന്നുണ്ട്, സത്യത്തിലേക്ക് നയിക്കപ്പെടുന്നുണ്ട്. അതിനെല്ലാം ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് കർത്താവിൻ്റെ സഭ ദൈവത്തിൻ്റെ ആലയമാണ്. ദ ചേർച്ച് ആസ് എ ടെമ്പിൾ ഓഫ് ഗോഡ്. അതിന് മുമ്പ് നമ്മൾ കുറേ എപ്പിസോഡുകളിലൂടെ കേട്ടു കർത്താവിൻ്റെ സഭ ഒരു കുടുംബമാണ്. ആ കുടുംബം എന്ന ചിത്രത്തിൽ നിന്നും സഭ കർത്താവിൻ്റെ വാസസ്ഥലമായ ആലയമാണ്. നമ്മൾ മനസ്സിലാക്കുന്ന ആലയമല്ല, കല്ലുകൊണ്ടോ മണ്ണുകൊണ്ടോ നിർമ്മിച്ചിരിക്കുന്ന ആലയമല്ല. അതേക്കുറിച്ചുള്ള വചനങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവം മനുഷ്യനിർമ്മിതമായ കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും നിർമ്മിച്ചിരിക്കുന്ന ആലയങ്ങളിലല്ല വസിക്കുന്നത്. അവൻ വസിക്കുന്നത് പത്രോസിൻ്റെ 1-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു കേട്ടതുപോലെ, അതിനാൽ സജീവശിലയായ അവനെ നമുക്ക് സമീപിക്കാം. മനുഷ്യർ തിരസ്കരിച്ചതും ദൈവം തിരഞ്ഞെടുത്തതുമായ അമൂല്യ ശിലയാണ് അവൻ. നിങ്ങൾ സജീവ ശിലകൾ കൊണ്ടുള്ള ഒരു ആത്മീയ ഭവനമായി പടുത്തുയർത്തപ്പെടട്ടെ. യേശുക്രിസ്തു വഴി ദൈവത്തിന് സ്വീകാര്യമായ ബലികൾ അർപ്പിക്കുന്നതിന് വിശുദ്ധമായ ഒരു പുരോഹിത ജനവും ആയിത്തീരട്ടെ. ഇങ്ങനെ നമ്മൾ തുടർന്ന് വായിച്ചു കേട്ടു. ദൈവത്തിൻ്റെ ഭവനം മനുഷ്യനിർബന്ധമായ കല്ലുകൊണ്ടോ മണ്ണുകൊണ്ടോ സൃഷ്ടിച്ചതല്ല. വിശ്വാസികളാകുന്ന ജീവനുള്ള കല്ലുകളെന്ന് ആണ് നമ്മളെ വിളിക്കുക. ഭവനം പണിയണമെങ്കിൽ കല്ല് കാണുമല്ലോ. ഇവിടെ ആത്മീയമായ ഒരു കല്ലാണ് ഒരു വിശ്വാസി. അങ്ങനെ ആത്മീയമായ കല്ലുകളാകുന്ന വിശ്വാസികളെ കൊണ്ട് അവരുടെ കൂട്ടായ്മയിൽ ഒരു കുടുംബത്തിൻ്റെ അതേ അർത്ഥത്തിൽ സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുന്ന, പിതാവിൻ്റെ ഹിതമറിഞ്ഞ് പിതാവിൻ്റെ ജോലിയിൽ വ്യാപൃതരായിരിക്കുന്ന ആ കുടുംബത്തിൻ്റെ ആ പശ്ചാത്തലത്തിൽ അവിടെ ജീവിക്കുന്ന ജീവനുള്ള ശിലകളെന്ന് വിളിക്കപ്പെടുന്ന വിശ്വാസികളുടെ കൂട്ടായ്മയെ കൊണ്ട് ദൈവം പണിയുന്ന ദൈവത്തിൻ്റെ വാസസ്ഥലം, ദൈവത്തിൻ്റെ ആലയം, ദ ചേർച്ച് വിച്ച് ഇസ് ദ ടെമ്പിൾ ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ഞാനും നിങ്ങളുമാകുന്ന ആ ജീവനുള്ള കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചതാണ്. നമുക്ക് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പഴയ നിയമത്തിലേക്ക് ഒന്നുകൂടെ പോവുകയാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ 7-ാമത്തെ വാക്യത്തിൽ ഞാൻ വായിക്കുകയാണ്. നിങ്ങൾ 6-ാം അധ്യായം മുഴുവൻ വായിച്ച് നോക്കിക്കൊള്ളുക. അവിടെ സോളമൻ രാജാവ് സോളമൻ്റെ 4-ാം ഭരണവർഷം 2-ാമത്തെ മാസമായ സിവിൽ
അവൻ ദേവാലയത്തിൻ്റെ പണി ആരംഭിച്ചു. സോളമൻ കർത്താവിന് വേണ്ടി പണിയിച്ച ഭവനത്തിന് 60 മുഴം നീളവും 20 മുഴം വീതിയും 30 മുഴം ഉയരവും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വായിച്ചു വരുമ്പോൾ ഈ 7-ാമത്തെ വചനത്തിൽ പറയുന്ന കാര്യമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരിക. 7-ാമത്തെ വചനം പറയുന്നു, അങ്ങനെ സോളമൻ പണിത ഈ ഭവനം, ദൈവത്തിൻ്റെ കർത്താവിന് വേണ്ടി പണിയിച്ച ഈ ഭവനം, ഈ ആലയം, അവിടെ നേരത്തെ ചെത്തിമിനുക്കിയ കല്ലുകളായിരുന്നത് കൊണ്ട് പണി നടക്കുന്ന സമയത്ത് മഴുവിൻ്റെയോ ചുറ്റികയുടെയോ മറ്റ് ഇരുമ്പായുധങ്ങളുടെയോ ശബ്ദം ദേവാലയത്തിൽ കേട്ടിരുന്നില്ല. അപ്പോൾ കർത്താവിൻ്റെ ഭവനം പണിയുമ്പോൾ നമ്മൾ വെളിപാട് പുസ്തകത്തിലാണ് ഇതിൻ്റെ പൂർത്തീകരണം നമ്മൾ വായിച്ച് കേട്ടായിരുന്നു. വെളിപാട് പുസ്തകത്തിൽ നമ്മൾ 21-ാം അധ്യായത്തിൽ ഈ ഭവനം കർത്താവ് പൂർത്തീകരിക്കുന്നത് ഈ യുഗത്തിൻ്റെ അന്ത്യത്തിലാണ്. 21-ാം അധ്യായത്തിൻ്റെ 3 തൊട്ട്, സിംഹാസനത്തിൽ നിന്നും വലിയൊരു സ്വരം ഞാൻ കേട്ടു, ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരുടെ കൂടെ, അവിടുന്ന് അവരോടൊത്ത് വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും, അവിടുന്ന് അവരോട് കൂടെ ആയിരിക്കുകയും ചെയ്യും, അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്നും കണ്ണുനീർ തുടച്ചു നീക്കും, ഇനി മരണമുണ്ടായിരിക്കുകയില്ല, ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാകുകയില്ല, പഴയതെല്ലാം കടന്നുപോയി. ഇത് ഈ ദേവാലയത്തിൻ്റെ പണി മനുഷ്യനിർമ്മിതമായ കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും അല്ല, അതിൻ്റെ ഒരു മാതൃക, ഒരു നിഴലാണ് നമ്മൾ സോളമൻ പണിത ദേവാലയം ഇവിടെ കാണിച്ചത്. എന്നാൽ ഇത് യഥാർത്ഥമായിട്ട് വിശ്വാസികളാകുന്ന ജീവനുള്ള കല്ലുകളിൽ നിന്ന് വിളിക്കപ്പെടുന്ന എന്നെയും നിങ്ങളെയും കൊണ്ട് ദൈവം പണിയിച്ച് അതിൻ്റെ പൂർത്തീകരണമാണ് നമ്മൾ കാണുക. അപ്പോൾ അവിടെ ഒരു ഭവനം പണിയുമ്പം സോളമൻ പണിതപ്പോൾ അത് പണിത് പൂർത്തീകരിച്ചപ്പോൾ നേരത്തെ ചെത്തി മിനുക്കിയ കല്ലുകൾ കൊണ്ടാണ് പണിതത്. അതുകൊണ്ട് തന്നെ പണിയുന്ന സമയത്ത്, പണിയുന്ന സ്ഥലത്ത് അവിടെ ഒരു സ്വരവും കേൾക്കുന്നില്ല. കൂടം കൊണ്ട് അടിക്കുന്നതോ അല്ലെങ്കിൽ ചെത്തി മിനുക്കുന്നതോ അല്ലെങ്കിൽ ഇരുമ്പ് കൊണ്ടുള്ള ശബ്ദങ്ങളോ ഒന്നും കേൾക്കുന്നില്ല. എല്ലാം റെഡിയായ കല്ലുകൾ കൊണ്ട് പണിത് വെക്കുന്നതാണ് ഇവിടെ കേട്ടത്. നമ്മുടെ ഒരു കാര്യത്തിലേക്ക് വരുമ്പം നമ്മളാകുന്ന വിശ്വാസികളാകുന്ന ജീവനുള്ള കല്ലുകളാകുന്ന നമ്മളെ കൊണ്ട് പണിയിപ്പിക്കുമ്പോഴും അതിൻ്റെ പൂർത്തീകരിക്കുന്ന സമയത്ത് അവിടെ ലാസ്റ്റ് മിനിറ്റിൽ ഒരു പണി നടക്കുന്നില്ല. പണിയൊക്കെ നേരത്തെ നടക്കണം. അതിപ്പം നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട് ദൈവത്തിൻ്റെ വചനം കേട്ട് വീണ്ടും ജനിച്ച് ദൈവത്തിൻ്റെ ഭവനം പണിയാനായിട്ട് എന്നേക്കുമായിട്ട് ദൈവം നമ്മളോട് വസിക്കാൻ വേണ്ടി, നമ്മളുടെ മധ്യേ ജീവിക്കാൻ വേണ്ടി ദൈവം നമ്മളെ ഒരുക്കുക. ആ ഒരുക്കുന്ന ഭൂമിയിലെ കെട്ടിടം പണിയുമ്പോൾ കല്ലുകൾ ഒരുക്കുന്നത് പോലെ ആ സമയത്ത് തട്ടുണ്ട്, മുട്ടുണ്ട്, കൂടം കൊണ്ട് അടിക്കുന്നുണ്ട്, ചെത്തുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ പണിയുന്ന സ്ഥലത്ത് വരുമ്പം സ്വരമില്ല. നമ്മളുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഇപ്പോൾ ദൈവം നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചില ചെത്തും, ചില മുട്ടും, ചില അടിയും, ചില കൂടം കൊണ്ട് അടിക്കുന്ന പോലെയുള്ള അടിയും ഒക്കെ സംഭവിക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മളെ കർത്താവ് ഒരുക്കുക. ഞാനാകുന്ന ജീവനുള്ള കല്ല് ഇങ്ങനെ ഇന്നടത്ത് ഫിറ്റ് ചെയ്യണം. അതിനുവേണ്ടിയുള്ള ഒരുക്കമാണ്. ആ ഒരുക്കാനായിട്ട് ദൈവം ഉപയോഗിക്കുന്നത് വചനമാണ്. എൻ്റെ വചനം കൂടം പോലെയാണെന്ന് ജെറമ്യായുടെ പുസ്തകത്തിലുണ്ട്. എൻ്റെ വചനം അഗ്നി പോലെയാണെന്ന് ജെറമ്യായുടെ പുസ്തകത്തിലുണ്ട്. അപ്പോൾ അഗ്നി പോലെയുള്ള എന്നെ കത്തിച്ച് ദഹിപ്പിച്ച് പൊള്ളിക്കുന്ന അഗ്നി പോലുള്ള വചനം എന്നിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ അത് സ്വീകരിക്കണം, അതനുസരിക്കണം, അത് ജീവിക്കണം. കൂടം പോലെ അടികെട്ടുന്ന വചനങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരും,
ചില പ്രഭാഷകന്മാരെ, ചില വചനം പ്രഘോഷിക്കുന്നതിനെ ഉപയോഗിച്ച് അങ്ങനെയുള്ള വചനങ്ങൾ കേൾക്കുമ്പോൾ അത് എളിമയോടെ കേട്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് മാറ്റേണ്ടതൊക്കെ മാറ്റുന്നതാണ് ഈ ചെത്തലും ഈ മിനുക്കലും ഒക്കെ. അതിനു പകരം ഉടനെ പ്രസംഗിക്കുന്ന ആളോട് ദേഷ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ആ സഭയിൽ എഴുന്നേറ്റ് പോയതുകൊണ്ടോ നമ്മളെ ഒരുക്കാൻ നമ്മൾ സമ്മതിക്കുന്നില്ല. ഇതുകൊണ്ടാണ് സോളമൻ രാജാവ് പണിതപ്പോൾ എന്ത് സംഭവിച്ചോ അപ്രകാരം തന്നെയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ഭൂമിയിൽ ഒരു കെട്ടിടം പണിയണമെങ്കിൽ നമുക്കറിയാം, ആദ്യം പാറയിൽ ഒരു വലിയ പാറയെടുത്ത് ആ പാറയിൽ വെടിവെച്ച് പാറ പൊട്ടിച്ച് അവിടെ ആ പൊട്ടിച്ചു വീഴുന്ന കല്ലുകൾ അടിച്ച് പല പല കഷ്ണങ്ങളാക്കി അവിടെ നിന്ന് അതിനെ പണിയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പേ അത് ഒരുക്കുകയാണ്. ഇപ്രകാരം തന്നെ ആത്മീയ ഭവനം പണിയുമ്പോൾ ആത്മീയ ഭവനത്തിൻ്റെ ജീവനുള്ള കല്ലാണ് ഞാൻ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, കർത്താവ് ചെയ്യുന്നത്, നമ്മളെ ആ പാറ പോലിരിക്കുന്ന ഒരു കഠിന ഹൃദയം, ദൈവവചനം ശ്രവിക്കാൻ മനസ്സില്ലാത്ത ഒരു ഹൃദയം, ലൗകികമായ ഒരു ഹൃദയം, ജഡികമായ ഒരു ഹൃദയം, മനുഷ്യൻ്റെ കൽപ്പനകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാരമ്പര്യത്തിലും മുഴുകിക്കിടക്കുന്ന അഹങ്കാരിയായ മനുഷ്യൻ്റെ അവിടെ കർത്താവ് ഒരു പ്രവർത്തനം ചെയ്യണം. അവിടുന്ന് നിന്നെ എന്നെയും ഒന്ന് തകർക്കണം, പൊട്ടിച്ച് നമ്മളെ വേർപെടുത്തണം. വേർപെടുത്തി കർത്താവിൻ്റെ യഥാർത്ഥമായ ഭവനം പണിയതിനു മുമ്പേ നമ്മളെ ഒന്ന് മിനുക്കണം. മിനുക്കാൻ വേണ്ടി ചെത്തണം, അടിക്കണം, കൂടം കൊണ്ടുള്ള അടിയും അഗ്നി കൊണ്ട് പോലെ പൊള്ളിക്കുന്ന അനുഭവത്തിലൂടെയൊക്കെ കടന്നുകൊണ്ട് പോവും. അങ്ങനെ ഒരു പ്രോസസ് ഉണ്ട്. അതിനുവേണ്ടി കർത്താവ് ഉപയോഗിക്കുന്ന വചനമാണ് പ്രിയപ്പെട്ടവരെ. വേറെ ഒരു മാർഗവും ഇല്ല. മനുഷ്യൻ പറഞ്ഞു തരുന്ന മാർഗങ്ങളൊന്നും, ഇങ്ങനെയുള്ള സംഗതികളൊന്നും നമ്മൾ നടക്കത്തില്ല. നമ്മൾ കുറേ പ്രാർത്ഥനയിൽ ഇതുകൊണ്ടോ, കുറേ നേർച്ചയാഴ്ച നടത്തിയോണ്ടോ, കുറേ പെരുന്നാൾ നടത്തിയോണ്ടോ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഒരുപാട് മനുഷ്യർ ഈ ലോകത്തിലെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി, ലൗകികമായ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി കാണിക്കുന്ന ഇതൊക്കെ നമ്മുടെ ആത്മാവിനോ നമ്മുടെ സ്വർഗീയമായ ജീവിതത്തിനോ നമ്മളെ ഒരു വിധത്തിലും ഒരുക്കുന്നില്ല. മറിച്ച് നമ്മളെ വീണ്ടും വീണ്ടും നാശത്തിലേക്ക് കൊണ്ടുപോകുന്നല്ലാതെ. അപ്പോൾ ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ തന്നെ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ നമ്മളെ ഒന്ന് പൊട്ടിച്ച് കഴിയുമ്പോൾ അടുത്തത് നമ്മളെ ഷേപ്പ് ചെയ്യുക. വെളിപാട് പുസ്തകത്തിൽ കണ്ട പോലെ ആ ഭവനം പണിയാൻ വേണ്ടി നമ്മളെ ഷേപ്പ് ചെയ്യുക കർത്താവ് ആഗ്രഹിക്കുന്ന വിധത്തിൽ. ഇത് വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രക്രിയയാണ്. നമ്മൾ അതിലൂടെ പോകാൻ തയ്യാറായെങ്കിൽ മാത്രമേ അത് സാധിക്കത്തുള്ളൂ. അങ്ങനെ തയ്യാറാക്കി എടുത്തവരെയാണ് കർത്താവ് കൊണ്ടുവന്ന് ഒരു ഭവനമായിട്ട് പണിയുന്നത്. അതിന് നമ്മൾ തയ്യാറാകണം. ഈ ലോകത്തിൽ നിന്നും ഒരു വേർപാട്. കാരണം ഈ ലോകം മുഴുവനും പിശാചിൻ്റെ അടിമത്തത്തിലാണ്. പിശാച് ഭരിക്കുന്നതാണ്. ദൈവവചനത്തോട് വിധേയപ്പെടാത്ത ഒരു ജീവിതത്തിലേക്കാണ് നമ്മൾ കടന്നു വന്നത്. അവിടെ നിന്ന് ഐ ഷുഡ് ബി പ്രിപ്പയർഡ് ടു ബി ക്വാരിഡ് ഔട്ട്. അവിടുന്ന് വേർപെടുത്തുവാൻ, യേശുവിൻ്റെ വചനത്തെ മുറുകെ പിടിക്കുവാൻ നമ്മൾ തയ്യാറായെങ്കിൽ മാത്രമേ അത് സാധിക്കത്തുള്ളൂ. അങ്ങനെ തയ്യാറാവുമ്പം നമ്മുടെ കൂടെ എല്ലാവരും വന്നെന്നിരിക്കത്തില്ല. കുടുംബത്തിലുള്ളവരും നാട്ടിലുള്ളവരും നമ്മുടെ സ്നേഹിതന്മാരും ഒക്കെ ചിലപ്പോൾ നമ്മളോട് സഹകരിക്കുകയില്ല, നമ്മളോട് എതിരായിരിക്കും. നേരത്തെയുള്ള സ്നേഹത്തിന് പകരം ഇപ്പം വെറുപ്പായിരിക്കും. പക്ഷേ ഈ സത്യം മനസ്സിലാക്കിയവന് അവൻ്റെ നിത്യമായ ജീവിതത്തെക്കുറിച്ച് ചിന്തയുണ്ടെങ്കിൽ
അവരതിന് തയ്യാറാവും. ദേ വിൽ ബി റെഡി, വില്ലിങ് ടു ബി ക്വാരിഡ് ഔട്ട്. അത് കഴിഞ്ഞപ്പോൾ എന്നെയും നിങ്ങളെയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യാനായിട്ട് കർത്താവ് പിന്നെയും ഏതെങ്കിലും ഒരു വീണ്ടും ജനിച്ച സഭയിൽ കൊണ്ടുപോയി വചനം കൊണ്ട് നമ്മളെ ഒന്ന് ഷേപ്പ് ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ മാറ്റേണ്ട പല കാര്യങ്ങൾ ഇനിയും കാണും. അപ്പം അതിനോടൊക്കെ നമ്മൾ എത്രമാത്രം സഹകരിക്കുന്നു എന്നുള്ളത് അനുസരിച്ചേ ഈ ഒരു പ്രക്രിയ നമ്മൾ നടക്കുകയുള്ളൂ. നമുക്ക് വഴിക്ക് വെച്ച് ഈ ആത്മീയ യാത്രയിൽ വഴിക്ക് വെച്ച് നമുക്ക് നിർത്താൻ പറ്റും. നഷ്ടപ്പെട്ടു പോകാം. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് ഇറങ്ങി മരുഭൂമിയിലേക്ക് ഇറങ്ങി വാഗ്ദാന ഭൂമിയിലേക്ക് പോകണം. പക്ഷേ ഇറങ്ങിയവരെല്ലാവരും എത്തിയില്ല. അവരെല്ലാം മരുഭൂമിയിൽ വെച്ച് പല പല കാരണങ്ങളാൽ അവർ മരിച്ചുപോയി. യഥാർത്ഥമായ വാഗ്ദാന ഭൂമിയിൽ എത്തിയത് യോശുവയും കാലബും ഒക്കെയാണ്. ബാക്കിയെല്ലാം മരിച്ചുപോയി. നമ്മളെ ഈ ലോകത്തിൽ നിന്നും കർത്താവ് വചനത്തിലൂടെ രക്ഷപ്പെടുത്തി വീണ്ടും ജനിച്ചിട്ട് സഭയിലാക്കിയെങ്കിലും അവസാനം വരെ പിടിച്ചു നിൽക്കണം. കർത്താവ് പറഞ്ഞ അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവനെ രക്ഷ പ്രാപിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ അവസാനം വരെ പിടിച്ചു നിൽക്കാതിരിക്കാനായിട്ട് പിശാച്, ഈ ലോകത്തിൻ്റെ അധികാരിയായ പിശാച്, യേശു അവനെ വിളിക്കുന്നത് ഈ ലോകത്തിൻ്റെ അധികാരിയാണെന്നാണ്. അവനെക്കുറിച്ച് യേശു പറഞ്ഞിരിക്കുന്നത് അവൻ്റെ പ്രത്യേകതകൾ, അവൻ മോഷ്ടിക്കുന്നവനാണ്, കൊല്ലുന്നവനാണ്, നശിപ്പിക്കുന്നവനാണ്. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ട് ആ കർത്താവിനോടുകൂടി സഹകരിക്കാൻ നോക്കുമ്പോൾ, പ്രത്യേകിച്ച് യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭ പണിയുമെന്നാണ് പറഞ്ഞത്. പത്രോസ് പണിയുമെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ സഭ പണിയും. പൗലോസ് പണിയുമെന്ന് പറഞ്ഞിട്ടില്ല. ഒരു അപ്പസ്തോലനും പണിയെന്ന് പറഞ്ഞിട്ടില്ല. യേശു പറഞ്ഞത് ഞാൻ എൻ്റെ സഭ പണിയും. ആ യേശു പണിയുമ്പോൾ, യേശു പണിയുന്ന സഭ എവിടെയുണ്ടോ അവിടെ പിശാച് പ്രവർത്തിക്കും. നഗര കവാടങ്ങൾ അവിടെ പ്രബലപ്പെടുകയില്ലെന്നേ പറഞ്ഞുള്ളൂ. പിശാച് അവിടെ വിജയിക്കത്തില്ല. പക്ഷേ പിശാച് അവിടെ പ്രവർത്തിക്കും. അത് പ്രവർത്തിക്കുമ്പം നഷ്ടപ്പെട്ടു പോകുന്ന കൂട്ടർ ആരാന്ന് ചോദിച്ചാൽ, വചനം കേട്ടിട്ട് അത് സ്വീകരിക്കാൻ മനസ്സില്ലാത്തവർ, വചനത്തോട് ധിക്കരിക്കുന്നവർ, മർക്കടമുഷ്ടിക്കാർ, ഇവരെയൊക്കെ പിശാച് മോഷ്ടിച്ചുകൊണ്ട് പോകും. അതുകൊണ്ടാണല്ലോ ചിലർ ഒരു സഭയിൽ നിന്നും വേറൊരു സഭയിൽ നിന്നും അടുത്ത സഭ ഇങ്ങനെ ചാടി നടക്കുന്നതിൻ്റെയൊക്കെ കാര്യം, കർത്താവ് പണിയാനായിട്ട് നോക്കുമ്പം അതിന് സന്നദ്ധരല്ല. അപ്പോൾ ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും. കാരണം അവൻ്റെ പണി മോഷ്ടിക്കുക, കൊല്ലുക, നശിപ്പിക്കുക. അവസാനം വരെ എന്നെയും നിങ്ങളെയും പിടിച്ചു നിർത്താൻ ഉള്ള ഒരു സാഹചര്യം തരാത്ത വിധത്തിൽ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ശ്രദ്ധ മുഴുവൻ എപ്പോഴും യേശുവിലേക്കായിരിക്കണം. അതിനുവേണ്ടി 2 കൊരിന്ത്യൻസിൻ്റെ 11-ാം അധ്യായത്തിൽ 14-15 വായിച്ചാൽ ഒരു സത്യം കാണാം. 2 കൊരിന്ത്യൻസിൻ്റെ 11-ാം അധ്യായത്തിൽ 14-15 വായിച്ചാൽ, അത്ഭുതപ്പെടേണ്ട, പിശാച് പോലും പ്രഭാപൂർണനായ ദൈവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, പിശാച് എൻ്റെ നിങ്ങളുടെയും മുമ്പിൽ വരുന്നത് അവൻ്റെ തനി രൂപത്തിലല്ല. അതാണ് ഇവിടെ പറയുന്നത്. അവനറിയാം അവൻ്റെ തനി രൂപത്തിൽ വന്നാൽ ആരും അവനെ ശ്രവിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ബഹുമാനിക്കുന്ന, നമ്മൾ ആദരിക്കുന്ന ചില വേഷങ്ങളുണ്ട്. പിശാച് ആ വേഷം കെട്ടു എന്നാണ് പറഞ്ഞത്. അത്ഭുതപ്പെടേണ്ട, പിശാച് പോലും പ്രഭാപൂർണനായ ദൈവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ. അതിനാൽ അവൻ്റെ ശുശ്രൂഷകരും നീതിയുടെ ശുശ്രൂഷകരായി വേഷം കെട്ടുന്നെങ്കിൽ അതിലെന്തൊരത്ഭുതം! അവരുടെ പരിണാമം അവരുടെ പ്രവൃത്തികൾക്കനുസൃതമായിരിക്കും. അപ്പോൾ അവൻ്റെ ശുശ്രൂഷകരുണ്ട്. അതാരാന്ന് തിരിച്ചറിയാൻ സാധിക്കും.
ദൈവാത്മാവിനാൽ നയിക്കപ്പെടുകയാണെങ്കിൽ റോമൻസിൻ്റെ 8:14 പറയുന്നുണ്ട്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ആണ് ദൈവത്തിൻ്റെ മക്കൾ. നമ്മളിലുള്ള പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരണം. ദൈവത്തിൻ്റെ ശുശ്രൂഷകരാരാണ്? യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ശുശ്രൂഷകരാരാണ്? പിശാചിൻ്റെ ശുശ്രൂഷകരാരാണ്? രണ്ടു കൂട്ടരും ചിന്തിക്കും ദൈവത്തിൻ്റെ ആണെന്നും. അത് അവരുടെ കുഴപ്പമല്ല. നിഷ്കളങ്കരായ മനുഷ്യനും ചിന്തിക്കും ഇതെല്ലാം ദൈവ ശുശ്രൂഷകരാണ്. പക്ഷേ പിശാച് വളരെ തന്ത്രം പിടിച്ചതായതുകൊണ്ട് അവൻ ദൈവദൂതൻ്റെ വേഷം കെട്ടും, ദൈവത്തിൻ്റെ ശുശ്രൂഷകരുടെ വേഷം കെട്ടും. എന്തിനു വേണ്ടി? വിശ്വാസികളെ വഞ്ചിക്കുവാനും, വിശ്വാസികളെ യേശുവിൻ്റെ ഈ ഭവനത്തിലെ ഒരു കല്ലായിട്ട് വരാതിരിക്കാനും വേണ്ടിയിട്ട്, ജീവനുള്ള ആ കല്ലായി തീരാതിരിക്കാൻ വേണ്ടി അവൻ മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കാനും വേണ്ടി ഇങ്ങനെയുള്ള ശുശ്രൂഷകരെ ഉപയോഗിക്കുമെന്നാണ് നമ്മൾ കണ്ടത്. മത്തായിയുടെ സുവിശേഷത്തിൽ 24-ാം അധ്യായത്തിൽ യേശു തന്നെ പറയുന്നുണ്ട്. മത്തായിയുടെ 24-ാം അധ്യായത്തിൽ 24-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. ഞാനിതെല്ലാം വായിച്ചു കേൾപ്പിക്കുന്നത് ഇതൊന്നും ഞാൻ പറയുന്നതല്ല. യേശു പറഞ്ഞു, കള്ളക്രിസ്തുമാരും വ്യാജപ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടുകയും സാധ്യമെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കത്തക്ക വിധം വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുകയും ചെയ്യും. അപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കും. അവരും പ്രവാചകന്മാരാണെന്നുള്ള മട്ടിൽ ഒക്കെ വരും. കാരണം പിശാചിന് കൂടുതലും നോട്ടപ്പുള്ളികളായിട്ടിരിക്കുന്നത് ദൈവത്തിനാൽ, യേശുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. വിശ്വാസത്തെക്കുറിച്ച് പത്രോസ് പറയുന്നത്, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത ഗണമാണ്. അപ്പോൾ ഈ യഥാർത്ഥമായ ഈ പുരോഹിത ഗണത്തെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് പിശാച് പല വഴി ഉപയോഗിക്കും. അവരെ എങ്ങനെയാണ് തിരിച്ചറിയുക എന്നുള്ളത് യൂദാസ് എഴുതിയ 8-ാമത്തെ വചനത്തിലും 2 പത്രോസിൻ്റെ 2:10 കാണാം. ഒന്ന്, അവരുടെ അടയാളം അവർ യഥാർത്ഥമായ അധികാരത്തെ തള്ളിപ്പറയും. അപ്പോൾ ഒന്ന്, നമുക്കിത് മനസ്സിലാക്കണമെങ്കിൽ യഥാർത്ഥമായ അധികാരം നമ്മൾ ആർക്കാ ഉള്ളതെന്ന് നോക്കണം. അധികാരം എന്ന് പറയുമ്പോൾ അത് വേറൊരു വിഷയമാണ്, ഇപ്പോൾ പറയാനുള്ളതല്ല. യേശു തരുന്നൊരു അധികാരമുണ്ട്. അതൊരു വിശ്വാസി കൊടുക്കുന്ന അധികാരമാണ്. പിശാചിൻ്റെ മേലുള്ള അധികാരം, രോഗികളെ സൗഖ്യമാക്കാനുള്ള അധികാരം, ദൈവരാജ്യം പ്രസംഗിക്കാനുള്ള അധികാരം, യേശുവിൻ്റെ രാജകീയത്വവും യേശുവിൻ്റെ പൗരോഹിത്യവും യേശുവിൻ്റെ പ്രവാചക ദൗത്യവും അവരിലൂടെ കാണപ്പെടും. അതാണ് അധികാരി, യേശു കാണുന്ന അധികാരി. ആ അധികാരത്തെ തള്ളിപ്പറയും. അതാണ് ഒരു അടയാളം. അത് നമ്മൾ വളരെ ശ്രദ്ധയോടെ ഇരുന്നെങ്കിൽ മാത്രമേ കാണത്തുള്ളൂ. എഫേസോസ് 4:14 പറയുന്നുണ്ട്, മനുഷ്യൻ തരുന്ന വക്രതയാർന്ന കൗശലപൂർവം തരുന്ന വക്രതയാകുന്ന നാം ഇനിമേൽ തെറ്റിൻ്റെ വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യർ കൗശലപൂർവ്വം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടി ഉലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാകരുത്. പ്രത്യുത സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസ്സായ യേശുക്രിസ്തുവിലേക്ക് എല്ലാവിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇപ്രകാരം നമ്മൾ വളരെ വളരെ നമ്മളെ തന്നെ ഒന്ന് കാത്തു സൂക്ഷിക്കുന്നില്ലെങ്കിൽ, രക്ഷിക്കപ്പെട്ടവരാന്നൊക്കെ പറഞ്ഞാലും കർത്താവിൻ്റെ ആ നമ്മളെ ഒരുക്കുന്ന ആ പണിയിൽ നമ്മളാകുകയില്ല. കർത്താവ് നമ്മളെ ഉപയോഗിച്ച്, ജീവനുള്ള കല്ലുകളാണ് നമ്മളെ ഉപയോഗിച്ച് കർത്താവിന് വസിക്കുന്ന ഒരു വാസസ്ഥലമായി നമ്മൾ തീരത്തില്ല. അതിനാൽ നമ്മൾ ഈ ലോകത്തിലെ പരദേശികളെ പോലെ കർത്താവിൻ്റെ പിന്നാലെ നടക്കുമ്പോൾ നമ്മളെ ആക്രമിക്കാൻ പല വിധത്തിൽ പിശാച് പല വിധത്തിൽ വരും, പല രൂപത്തിൽ വരും. ആ വഞ്ചനയിലൊക്കെ പെടാതെ അവസാനം വരെ എല്ലാവരും പിടിച്ചു നിൽക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി യേശു നാമത്തിൽ ഞാൻ ഈ എപ്പിസോഡ് തീർക്കുകയാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് പിന്നെ കടന്നു വരാം.
ആമേൻ.